ഇത്തവണ ഏറ്റവും അധികം BJP പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇനിയിപ്പോൾ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ജനവിധി എന്താണ് എന്നറിയാൻ. എങ്ങനെയാണ് പ്രതീക്ഷ? അല്ല, തെരഞ്ഞെടുപ്പിന്റെ ആ ഘട്ടത്തിൽ തന്നെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. പോളിംഗിന് ശേഷവും ഞങ്ങളുടെ അതേ വിലയിരുത്തലിലാണ് പാർട്ടി ഘടകങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അനുകൂലമായിട്ടുള്ള വിധിയെഴുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന എക്സിറ്റ് പോളുകൾ കണ്ടപ്പോൾ സാധാരണ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 4 സീറ്റ് 5 സീറ്റ് എന്തായാലും ഇത്തവണ NDA നേടും എന്നുള്ളതായിരുന്നു. പക്ഷേ 14 സീറ്റ് വരെ NDAക്ക് വേണ്ടി പറയുന്ന സർവേകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ശരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആ നിലയ്ക്കാണ്? അല്ല, അങ്ങനെയൊരു ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ജനങ്ങൾ അത് എത്ര സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയത അത് വികസിച്ചു വരുന്നേ ഉള്ളൂ. കാരണം ഇന്ത്യയുടെ സാമൂഹ്യ ഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഏജൻസികൾ നടത്തുന്ന പരിശ്രമം അത് വളരെ ശൈശവാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ മുന്നിലെ അനുഭവങ്ങളുണ്ട്. ഹരിയാനയും അതിനു മുമ്പ് ബീഹാറുമൊക്കെ എക്സിറ്റ് പോളുകൾ പറഞ്ഞതൊന്ന്, വന്ന ഫലം വേറെ ഒന്ന്. എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ മുന്നണികൾ ഭരണത്തിൽ വന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഹാരാഷ്ട്ര. 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതേപോലെ എക്സിറ്റ് പോളുകളുടെ കണക്കുകളൊക്കെ കംപ്ലീറ്റ് തെറ്റിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് പോളിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ആശയം ജനങ്ങൾക്ക് വലിയ സ്വീകാര്യമായിട്ടുള്ള ഒരു ആശയമായിരുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. സ്വാഭാവികമായി നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. കഴക്കൂട്ടത്ത് ആദ്യം ഉയർന്നു വന്നത് ഒരു ഡീലിനെ കുറിച്ചുള്ള ആരോപണമായിരുന്നു. അത് കഴിഞ്ഞ് സ്വാഭാവികമായി ആദ്യഘട്ടത്തിൽ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ അത് ഏത് വിധേനയാണ് NDAക്ക് അനുകൂലമാകുന്നത്? അല്ല, ഇവിടെ ഒന്ന് ശബരിമല ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. അതോടൊപ്പം മണ്ഡലത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, കുടിവെള്ളമില്ലാത്ത സ്ഥിതി, റോഡുകളുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എടുത്തു പറയുക വ്യത്യാസമൊന്നും ഈ മണ്ഡലത്തിന് ഉണ്ടായിട്ടില്ല. 10 കൊല്ലം ഒരാൾ ഇവിടെ ജനപ്രതിനിധിയായിരുന്നിട്ട്, അതും സർക്കാരുണ്ടായ ഭരണകക്ഷി MLA ആയിരുന്നു. അതനുസരിച്ചിട്ടുള്ളൊരു മാറ്റം ഒന്നും ഈ മണ്ഡലത്തിൽ ഉണ്ടായതായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ജനങ്ങളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കഴക്കൂട്ടത്ത് ജനാധിപത്യത്തിനപ്പുറത്തേക്ക് അതിനെ വിലക്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ പണാധിപത്യം ഉണ്ടായിരുന്നു. പണം ആ നിലയ്ക്ക് BJP NDA ഒഴുകിയുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഈ അവസാന മണിക്കൂറുകളാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് തന്നെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമില്ലായ്മയെ കാണിക്കുകയാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് CPMന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾക്കൊള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം ഉള്ളപ്പോൾ ആരെങ്കിലും പണമൊഴുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അസംബന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ മണ്ഡലത്തിലുള്ള ആളുകൾക്ക്, ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്കടക്കം ഇപ്പോഴും ഈ ബോർഡുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ബോർഡുകളൊക്കെ പോയി നോക്കി എണ്ണിക്കഴിഞ്ഞാൽ അറിയാം ആരാണ് പണം ഒഴുക്കിയത്. അപ്പം അതുകൊണ്ട് അതൊക്കെ ജനങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. ജനങ്ങൾ പണമൊഴുക്കുന്നവരെ തിരിച്ചറിയും. പണമൊഴുക്കിയാലും ജനങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് ജനങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെയുള്ള ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ട് പരാജയത്തിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന ആളുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതൊരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ പരിഹസിക്കലാണ് ജനങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ അങ്ങനെ വിലക്ക് വാങ്ങാൻ പറ്റുന്ന വസ്തുക്കളാണ് എന്ന് ആരും കരുതരുത്. ശക്തമായിട്ടൊരു ത്രികോണ മത്സരമായിരുന്നു ഇവിടെ നടന്നത്. അല്ല, ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കുറെ വോട്ടുണ്ട്. പക്ഷേ വാസ്തവത്തിൽ പറഞ്ഞാൽ NDAയും LDFും തമ്മിലാണ് ഫൈറ്റിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മത്സരം നടന്നത്. കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇപ്പോൾ എന്തായാലും കൃത്യമായിട്ടൊരു അസസ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ പ്രാവശ്യം LDF ജയിച്ച 20,000 ചില്ലുവാൻ വോട്ടിനാണ്. അപ്പോൾ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു മുന്നേറ്റം അത് സാധ്യമായിട്ടുണ്ടോ? അങ്ങനെ ആണെങ്കിൽ നമ്മൾ എത്ര വോട്ടിന്റെ ഒരു ഭൂരിപക്ഷമാണ് ശരിക്കും കണക്കാക്കുന്നത്? ഒന്ന്, ഈ കണക്കിലൊന്നും യാതൊരു അർത്ഥമില്ല. കാരണം കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ പല കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. 2016 ആദ്യമായിട്ട് ഞാൻ മത്സരിച്ചപ്പോൾ 7,500 വോട്ടിൽ നിന്നാണ് 42,700 വോട്ടിലേക്ക് BJPയുടെ വോട്ട് ഇവിടെ വർദ്ധിച്ചത്. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 35,000 വോട്ടാണ് വർദ്ധിച്ചത്. ആ 35,000-ൽ ഇനി പകുതി കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ജയിക്കാം. രണ്ടാമത് 2021 തെരഞ്ഞെടുപ്പിൽ ആണ് ഈ പറഞ്ഞ 40,000 വോട്ട് BJPക്കും 63,000 വോട്ട് ഇടതുപക്ഷത്തിനും കിട്ടിയത്. പക്ഷെ അതിനുശേഷം ലോക്സഭ വന്നപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഈ പറഞ്ഞ 63,000 വോട്ട് കംപ്ലീറ്റ് ആവിയായിപ്പോയി. ആ വോട്ട് അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന്റെ പകുതി പോലും ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടിയില്ല. അപ്പൊ അതിനർത്ഥം ഈ വോട്ടുകളൊന്നും ആരുടെയും സ്ഥിരം വോട്ടുകളല്ല. BJPക്കാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വോട്ടുള്ളത്. 40,000-ൽ ഞങ്ങൾക്ക് ഒരിക്കലും വോട്ട് കുറഞ്ഞിട്ടില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന വോട്ടാണ് ഇടതുപക്ഷത്തിന്റെ വോട്ട്. ഇടതുപക്ഷത്തിന് 63,000 വോട്ട് ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലോക്സഭയിൽ അവർക്ക് ഈ വോട്ട് കിട്ടില്ല, ഈ 30,000 വോട്ടിലേക്ക് താഴ്ന്നു പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ടിന്റെ കണക്കൊന്നും വലിയ പ്രസക്തമല്ല. ഓരോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം, ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ, ആ തെരഞ്ഞെടുപ്പിലെ മണ്ഡലത്തിന്റെ സവിശേഷമായിട്ടുള്ള പരിസ്ഥിതി, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വോട്ട് ചെയ്യും. തികഞ്ഞ പ്രതീക്ഷ, വിജയപ്രതീക്ഷയിൽ തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഫീൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ഘടകങ്ങൾ നൽകിയിട്ടുള്ള കണക്കുകൾ ഒത്തുനോക്കുമ്പോൾ ഏതാണ്ട് അതേ തീരും. ഇപ്പോൾ കേരളത്തിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുമ്പോൾ കഴക്കൂട്ടം NDAക്കൊപ്പം തന്നെ നിൽക്കും എന്നുള്ള തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് V. മുരളീധരനും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ഇബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.